കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡലിംഗ് ആണ് ചെയ്തത്. ഈ വീഡിയോയിൽ ഷെയ്ഡിംഗ് ആൻഡ് അനിമേഷൻ. ആദ്യമായിട്ട് ഈ ഇമേജ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇതൊരു പഴക്കം ചെന്ന പുരാവസ്തുവാണ്. ഈ പുരാവസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും കല്ല്, ബ്രാസ്, ഗോൾഡ്, വുഡ് ഇതിൻ്റെയൊക്കെ മിശ്രിതമാണ്. കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഈ ഒബ്ജക്ട്സിനൊക്കെ തേയ്മാനം സംഭവിക്കുകയും അപ്പോൾ അതിൻ്റെ എഡ്ജസിൽ ഗോൾഡ് കൂടുതലായിട്ട് വിസിബിൾ ആകുകയും ചെയ്യും. അങ്ങനെയാണ് ഈ എഡ്ജസിന് മാത്രം ഗോൾഡ് കളറും ബാക്കിയുള്ളടത്ത് ഒരു കരി പിടിച്ച കളറും ഒക്കെ വരുന്നത്. ഇതുപോലത്തെ ഒരു ടെക്സ്ചർ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വരും. ഹോഴ്സ് മോഡൽ എടുക്കുന്നു. ഏറ്റവും ആദ്യം ബ്ലെൻഡറിൻ്റെ തന്നെ ഒരു ഡിഫോൾട്ട് ആഡറുണ്ട്, പലപ്പോഴും ഡിസേബിൾ ആയി കിടക്കുന്ന നോഡ് ട്രാങ്കുലർ. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഞാനൊരു പ്രിൻസിപ്പൽ BSTF ആഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാരണ നമ്മൾ ടെക്സ്ചർ ആഡ് ചെയ്യുന്നത് ഓരോന്നായിട്ട് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയും ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയും എന്നിട്ട് അത് നോഡിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പകരം ഈ പ്രിൻസിപ്പൽ BSTFന് മുകളിൽ Ctrl+Shift+T പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ ടെക്സ്ചേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്രിൻസിപ്പളുടെ ടെക്സ്ചർ കൊടുക്കുമ്പോൾ അതാത് നോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് നോഡ് റാങ്കുലറിൻ്റെ ഒരു ഫീച്ചർ. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടെക്സ്ചറിനെല്ലാം ഒരു യുണീക്ക് നെയിം ഉണ്ടായിരിക്കണം. കളർ ടെക്സ്ചറിന് കളറെന്നും അല്ലെങ്കിൽ ഡിഫ്യൂസ് മാപ്പ് എന്നും ഒക്കെ, റഫ്നെസ്സിന് റഫ്നെസ് എന്നും, മെറ്റാലിക്കിനും മെറ്റാലിക് എന്നും, ആംബിയൻ്റ് ഒക്ലൂഷൻ അല്ലെങ്കിൽ AO എന്നും അങ്ങനെയൊക്കെ ഒരു നെയിം സ്പേസ് ഉണ്ട്. അത് നോക്കിയാണ് ബ്ലെൻഡർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത, ഈ ഓരോ ഇമേജിൻ്റെയും പുറത്ത് Ctrl+Shift+Left ക്ലിക്ക് വയ്ക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് മുകളിൽ ഈ ഇമേജ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കൊരു പ്രിവ്യൂ കിട്ടും. ഇവിടെ ഞാൻ 2 മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ടെക്സ്ചറിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം. PBR Heaven എന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് വെച്ചാണ് നമ്മൾ ഈ ഒരു ഇമേജിനെ ആ ഒരു പുരാവസ്തുവിൻ്റെ ടെക്സ്ചർ ഉണ്ടാക്കുന്നത്. ഈ 2 ഇമേജും സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+0 കൊടുക്കുമ്പോൾ ഒരു മിക്സ് കളർ നോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകും. അതാണ് നോഡ് റാങ്കുലറിൻ്റെ മറ്റൊരു പ്രത്യേകത. ശ്രദ്ധിക്കുക, ഗോൾഡ് ടെക്സ്ചർ ആദ്യവും കല്ലിൻ്റെ ടെക്സ്ചർ രണ്ടാമതാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡൻ കളർ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കണം. അതിനൊരു ഹ്യൂ സാച്ചുറേഷൻ നോഡ് ആഡ് ചെയ്യുകയാണ്. അത് ട്വീക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നിർത്തുക. ഈ ഇമേജിന് പുറത്ത് വെച്ച് Ctrl+T പ്രസ് ചെയ്താൽ ടെക്സ്ചർ കോർഡിനേറ്റ് നോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകും. ഇത് വെച്ച് നമുക്ക് ടെക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നോഡ് റാങ്കുലറിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. എനിവേ, നമ്മുടെ എഡ്ജ് വെയർ ഓഫ് ടെക്സ്ചർ ഉണ്ടാക്കുന്നതിൻ്റെ വിധം എങ്ങനെയാണെന്നുള്ളത് തുടങ്ങാം. ആദ്യം ഒരു ആംബിയൻ്റ് ഒക്ലൂഷൻ നോഡ് ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കണം. അങ്ങനെ 2 ആംബിയൻ്റ് ഒക്ലൂഷൻ നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സാമ്പിൾസ് 8-16 ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് ആ ഒള്ളി ലോക്കൽ എനേബിൾ ചെയ്യുന്നു. Ctrl+Shift+Left ക്ലിക്ക് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്ന് കാണാം. എന്നിട്ട് ആ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് എത്തിക്കുക. 0.200 0.100 ആക്കി ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അവസാനം റിസൾട്ട് നമ്മുടെ റിസൾട്ടിലേക്ക് മാറ്റുന്നതിനായിട്ട് ട്വീക്ക് ചെയ്യുക. സാമ്പിൾസ് ഞാൻ 16 തന്നെയാണ് കൊടുക്കുന്നത്. ഈ 2 നോഡും സെലക്ട് ചെയ്ത് Ctrl+0 പ്രസ് ചെയ്ത് ഒരു പുതിയ മിക്സ് നോഡ് ആഡ് ചെയ്യുക. ഇവിടെ മിക്സ് മൾട്ടിപ്ലൈയിലേക്ക് മാറ്റി ഫാക്ടർ 1 മാറ്റി കൊടുക്കുക. നമുക്കത് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒരു കളർ റാമ്പ് നോഡും കൂടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ നോഡിനെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മിക്സ് നോഡിൻ്റെ ഫാക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രിവ്യൂ നോക്കുമ്പോൾ എഡ്ജസിൽ സ്വർണവും ബാക്കിയുള്ളിടത്ത് കറുത്ത കളറുമായിട്ട് മാറിയതാണ്. പക്ഷേ ഇതൊരു കല്ല് പോലെ ഇരിക്കുകയാണ്. അതിനെന്താണെന്നറിയാവോ? ഈ മെറ്റാലിക് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇതൊരു മെറ്റൽ ഫീൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇവിടുത്തെ ഡിസ്റ്റൻസ്, കളർ റാമ്പ് അതുപോലെ മറ്റ് ഓപ്ഷൻസൊക്കെ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തും വരെ ട്വീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി 2 ഇമ്പോർട്ടൻ്റ് നോഡും കൂടിയേ ഉള്ളൂ, റഫ്നെസ്സും ബമ്പും. അതിനായിട്ട് ഞാൻ ഈ സെയിം ടെക്സ്ചറിൻ്റെ മറ്റൊരു മിക്സ് നോഡ് ആഡ് ചെയ്യുകയാണ്. കാരണം നമുക്കതിൽ ആംബിയൻ്റ് ഒക്ലൂഷൻ വേണ്ട. അതിൻ്റെ റിസൾട്ട് റഫ്നെസ്സിലേക്കും കൺട്രോൾ ചെയ്യുന്നതിനായിട്ടൊരു കളർ റാമ്പ് ആഡ് ചെയ്യുകയും ഒരു ബമ്പ് നോഡും ആഡ് ചെയ്യുന്നതോടെ എന്നിട്ട് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ടിലെത്തിക്കും. ഈ ടെക്സ്ചറിന് പുറത്ത് വെച്ച് Ctrl+T കൊടുക്കുമ്പോൾ ടെക്സ്ചർ കോർഡിനേറ്റ് ആഡ് ആകുമെന്ന് നിങ്ങൾക്കറിയാം. അത് വെച്ച് നിങ്ങൾക്ക് ടെക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. സാധാരണ ഞാൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ടാബ് എഡിറ്റ് മോഡിലേക്ക് പോകുന്നു, A പ്രസ് ചെയ്തെല്ലാം സെലക്ട് ചെയ്യുന്നു, U പ്രസ് ചെയ്ത് അൺറാപ്പ് കൊടുക്കുന്നു, ക്യൂബ് പ്രൊജക്ഷൻ കൊടുക്കുന്നു. മിക്കവാറും എല്ലാ ഒബ്ജക്റ്റിനും ക്യൂബ് പ്രൊജക്ഷൻ തന്നെയാണ് ധാരാളം. ഇനി ഇതിൻ്റെ ചതുരക്കട്ട, ആ പകിട കളിക്കുന്ന ബോർഡ്, ഇതിനൊക്കെ എങ്ങനെ ടെക്സ്ചർ ചെയ്യാൻ നോക്കാം. ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് അവിടെയും ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നോക്കുമ്പോൾ ആ എഡ്ജ് വെയർ ഓഫ് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടില്ല. അതിന് ഈ ആംബിയൻ്റ് ഒക്ലൂഷൻ നോഡിൽ ഇൻസൈഡ് എനേബിൾ ചെയ്ത് കൊടുത്ത് ആ കളർ റാമ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടും. അടുത്തത് അനിമേഷനാണ്.
ഇവിടെ ഏറ്റവും എളുപ്പമുള്ളത് ക്യാമറയും ഒബ്ജക്റ്റും അനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഈ കുതിരയെ ചതുരക്കട്ടയുമായിട്ട് പാരൻ്റ് ചെയ്തതിന് ശേഷം ഈ ചതുരക്കട്ട സെലക്ട് ചെയ്ത് 1ാമത്തെ ഫ്രെയിമിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരു കീ ആഡ് ആകും. 50ാമത്തെ ഫ്രെയിമിൽ പോയി സെഡ് ആക്സിസിൽ ഇതിനെ കുറച്ചൊന്ന് ഉയർത്തിയതിന് ശേഷം വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഒരു കീ ഫ്രെയിമും കൂടി ആഡ് ആകും. 53ാമത്തെ ഫ്രെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് താഴ്ത്തിയതിന് ശേഷം വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഒരു കീ കൂടി ആഡ് ആകും. ഇത് ചെറുതായി ഒന്ന് കറങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് വീണ്ടും 1ാമത്തെ ഫ്രെയിമിൽ പോവുക, സെഡ് ആക്സിസിൽ കുറച്ചൊന്ന് തിരിച്ചു വയ്ക്കുക, വീണ്ടും പ്രസ് ചെയ്യുക, കീ ആഡ് ആകും. ഇനി പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. ഇനി ഈ അനിമേഷൻ ട്വീക്ക് ചെയ്യുന്നതിനായിട്ട് ആ കീ ഫ്രെയിം സെലക്ട് ചെയ്ത് ഗ്രാഫ് എഡിറ്ററിലേക്ക് പോയി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പതുക്കെ തുടങ്ങി പതുക്കെ ലാൻഡ് ചെയ്യുന്നതിനും, പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്നതിനും, പതുക്കെ തുടങ്ങി പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്നതിനും, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അനിമേഷൻ പോളിഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഗ്രാഫ് എഡിറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു റിസൾട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അടുത്ത ക്യാമറ അനിമേഷൻ ചെയ്യുന്നതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യുക. ഈ ക്യാമറയ്ക്ക് അകത്തേക്ക് പോകുന്നതിനായിട്ട് കീബോർഡിൽ Ctrl+0 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് അകത്തേക്ക് കയറാം. ഇവിടെ വന്ന് ഈ സൈഡ് പാനലിലുള്ള ക്യാമറ ടു വ്യൂ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് അകത്തിരുന്ന് തന്നെ വ്യൂ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു വ്യൂവിലേക്ക് ക്യാമറ കറക്റ്റ് പൊസിഷനിൽ അലൈൻ ചെയ്തതിന് ശേഷം ക്യാമറ ടു വ്യൂ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ക്യാമറ സെറ്റിങ്സിലെ ഫോക്കൽ ലെങ്ത് ഞാൻ 40mm മാറ്റുകയാണ്. അതിനനുസരിച്ച് ക്യാമറ സൂം ചെയ്ത് കൊടുക്കണം. കീബോർഡിൽ GZZ എന്ന രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയ്ക്കകത്തിരുന്ന് തന്നെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഡെപ്ത് ഓഫ് ഫീൽഡിനായിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് ഡിസ്റ്റൻസിന് അടുത്തുള്ള ഐ ഡ്രോപ്പ് എടുത്ത് കുതിര സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. F-stop വളരെ കുറച്ച് കൊടുക്കണം. 0.1 ആണ് നല്ലത്. അങ്ങനെ നമുക്കൊരു മിനിയേച്ചർ എഫക്റ്റ് കിട്ടും. ഈ വൈഡ് ആംഗിൾ ആസ്പെക്ട് റേഷ്യോയ്ക്കായിട്ട് ഔട്ട്പുട്ട് ഓപ്ഷനിലേക്ക് പോയി സാധാരണ രീതിയിൽ 1920 ആയിരിക്കും കിടക്കുന്നത്. 1920 ഇൻറ്റു 1.33 എന്ന് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വൈഡ് ആംഗിൾ ഷോട്ട് കിട്ടും. ടൈം ലൈൻ എടുത്തതിന് ശേഷം 1ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ക്യാമറയും സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ ഒരു കീ ആഡ് ആകും. 180ാമത്തെ ഫ്രെയിമിലേക്ക് പോയി Y ആക്സിസിലേക്ക് മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ അനിമേഷൻ ഫിനിഷ് ആകും. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കാണാം. ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ക്യാമറ വളരെ പതിയെയാണ് തുടങ്ങുന്നത്. അതിന് ഈ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്ത് ഗ്രാഫ് എഡിറ്ററിലേക്ക് പോയി Y ആക്സിസിലെ ഈ കർവ് സെലക്ട് ചെയ്ത് 1ാമത്തെ ഫ്രെയിമിലെ കർവ്, ആ 1ാമത്തെ കർവ് ഈ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാമറ മൂവ് ചെയ്തുകൊണ്ടിരിക്കെ ആ സീനിലേക്ക് എത്തുന്നത് പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതോടുകൂടി മുഴുവൻ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്.